ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എൻ്റെ കൂടെ ചായക്കടി ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ദോശ ചുടുമ്പോഴാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇത് ഞങ്ങളോടക്ക് വന്നിരിക്കണം. അവന് ഭയങ്കര എക്സസൈസിലാണ്. കാരണം ഇപ്പോൾ ചായ കുടിച്ച് വരണം, അപ്പോൾ അത് ദഹിപ്പിക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാത്തിനും എന്ന് മറുപടിയും പറഞ്ഞു കൊടുത്തു. പിന്നെ അമ്മായിൻ്റെ പറപ്പിൻ്റെ മുകൾക്ക് നോക്കിയപ്പോൾ അവിടെ നിറച്ച് തക്കാളി പഴുത്തൊക്കെണ്ടായിരുന്നു. അപ്പോൾ അമ്മായി പറഞ്ഞു ഞാനത് പറിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും പറഞ്ഞു ഞാനെന്നാ വരാമെന്ന് പറഞ്ഞ് ഞാനും അമ്മായിൻ്റെ ഒപ്പം കയറിപ്പോയി. അപ്പോൾ ഇത് അവിടെ തക്കാളിയൊക്കെ നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രസം കൊണ്ട് പറിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തക്കാളി മാത്രം പറിച്ചില്ല, ബാക്കിയൊക്കെ പറിച്ചു. അപ്പോൾ ഇത് ചീത്തയായി പോലെ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പറിച്ചു കേട്ടോ. ഞങ്ങൾ രാവിലെ അത് അവിടെ തന്നെ നിന്നോട്ടെ, ഒന്നും കൂടെ പൈപ്പാവില്ല വിചാരിച്ച് അവിടെ വെച്ചതാണ്. അപ്പോൾ ചിലതൊക്കെ അത്യാവശ്യത്തിന് പഴുത്തിട്ടുണ്ട്, ചിലത് കുറച്ച് പഴുപ്പ് കുറവുണ്ട്, അതുകൊണ്ട് അപ്പോൾ പറിച്ചില്ല. പിന്നെ മോൾക്ക് കയറിയപ്പോൾ ഇതാ ഇവൻ്റെ ഓരോ മാനാൾ വെച്ചാൽ കുറച്ച് നേരം ചിരിച്ചു, പിന്നെ എന്തൊക്കെയോ ആലോചിക്കണം, പിന്നെയും ചിരിക്കണം. ഇതെന്ത് മറിമായം. പിന്നെ ഇത് സപ്പോർട്ടൻ്റെ ആണ് കേട്ടോ. അത് ഇനി വലുതാവുമ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് വിടാണ്ട് കേട്ടോ. ഒറ്റക്കായ കർമ്മൂസ. പിന്നെ ഓൻ എൻ്റെ ഒക്കത്തൊന്നും നിൽക്കണില്ല, ഓൻ താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞ് കുറുമ്പാട്ടൻ. അപ്പോൾ ഞാൻ ഓനൊന്ന് നടത്തി ചോദിക്കും, നടക്കാനുള്ള സുഖമുണ്ട് തോന്നുന്നു അങ്ങനെ നടക്കണം. പിന്നെ ഇത് ബോൾ വെച്ചിട്ട് ഓനിത് എറിഞ്ഞ് കളിക്കണം. അങ്ങനെ ഞാൻ പിന്നെ എടുത്തു. ഇത് വെള്ള വഴുതനങ്ങയും പിന്നെ ഞങ്ങൾ വെണ്ടയ്ക്കും പറിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്ത് ഇറങ്ങി അടിക്ക് പോട്ടെ. പിന്നെയും തക്കാളിനോടൊക്കെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണം. പിന്നെ ഓനെടുത്ത് അത് ഒരു ഏടാ അത് പന്തല്ലടാ അത് വൈദ്യനെയാണ് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണം. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴ്ത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ കൂടെ ഓർക്കാപ്പിളി മാത്രമല്ലേ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർക്കാപ്പിളി പറിച്ച് അച്ചാറിടാൻ വെച്ചു. അങ്ങനെ മിന്നു വലിയ ഷോ ഒക്കെ ഇറക്കി എന്താ പറയുക, ആ മരത്തിന് മുകളിൽ കയറാണ് കഴിച്ചു. ഞാൻ പറഞ്ഞ വികണ്ട കൈയും കാലും ഒടിച്ചിട്ട് എന്നോട് പറയരുത്, ഞാനാണ് കയറാൻ പറഞ്ഞതെന്ന് പറയരുത് പറഞ്ഞിട്ട് അതിനോള് കുറച്ചൊക്കെ പറിച്ചെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കൈ എത്തുന്ന സ്ഥലത്തുള്ള മോളത്തെ കയറും എന്താണ് അവിടെ കയറി അപ്പൊ എനിക്ക് പറിക്കാൻ എത്തില്ല. എത്തായി ഒന്നുമില്ല പറിക്കാനൊക്കെ. ഇത് ഞാൻ പറിച്ചാണ്, ഇത് അരിയാണ്ടേ പച്ചാറിടണ്ടേ ഇറങ്ങി മതി കയറണ്ടേ. ഞാൻ പറിച്ചോളാം വേണ്ടട്ടാ. ഇത് പൂതി വെക്കണ്ട എനിക്ക് അടുത്തരാ. അത് ആ ഓർക്കപ്പി താഴ്ത്തോണെടുത്താ അതത് പോണൊക്കെ എടുക്ക്. പിന്നെ നിലത്ത് വീണൊക്കെ പറക്കി നോക്കി, പക്ഷെ അതൊക്കെ അടിച്ചിട്ട് കൊഴിച്ചതുകൊണ്ടാണ് തോന്നുന്നു അത് ചപ്പിളി വിളിയൊക്കെ ആയിട്ടുണ്ടാവുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കൈ കൊണ്ട് പറിക്കണ മാത്രം മതിയെന്ന്. പിന്നെയും ഓള് മരത്തും കയറണം. എനിക്ക് തോന്നുന്നു അവള് മരം കയറാണെങ്കിൽ ഭയങ്കര എക്സ്പേർട്ടാണ്, നല്ല ഉഷാറിൽ കയറുന്നുണ്ട്. അവളെ കാലൊന്നും വേനാവണില്ലേക്കും തോന്നുന്നു. അങ്ങനെ ഇതാ ഞങ്ങളൊരു കൊട്ട ഞങ്ങളൊരു കൊട്ട പുറത്തെ ഓർക്കാപ്പിളി പറിച്ച്, ഓർക്കാപ്പിളിയോ ഇരുമ്പുളിയോ എന്ത് വേണേലും നിങ്ങൾ വിളിച്ചോളി. അത് പറിച്ചു കേക്ക് ഫ്രഷ് ആക്കി വെച്ചു. ഇനി ഇത് വട്ടത്തിൽ അരിയണം കേട്ടോ. അപ്പോൾ എൻ്റെ ഹെൽപ്പർ മിന്നാമിനിയാണ് കേട്ടോ. ഓള് പറഞ്ഞു ഞാൻ തന്നെ ഫസ്റ്റ് ഓർക്കാപ്പിളി എടുത്ത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഓൾ തന്നെയാണ് കേട്ടോ ഒന്നും ഫസ്റ്റ് ഓർക്കാപ്പിളി എടുത്ത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ എന്നോട് ചോദിച്ചു നൈസിലാണോ അരിയേണ്ടത് അല്ലെങ്കിൽ തടീൻ്റെ ആണോ അരിയേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പാക സൈസിന് അരിഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് അരിനൊക്കെ ഉണ്ട് ഗൈസ്, ഒക്കെ അരിയാനൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അത് അരിഞ്ഞ് ഞാൻ അച്ചാറിടാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര